അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള കേട്ടോ. മണി പ്ലാന്റ് ഇതേപോലെ സ്പൈഡർ പ്ലാന്റ് നമ്മൾ വളർത്തുന്ന പോലെ എങ്ങനെയാണ് മനോഹരമായിട്ട് നമുക്ക് മണി പ്ലാന്റ് കൂടി വളർത്തിയെടുക്കാൻ പറ്റുകയെന്ന്. അപ്പം അതിനുള്ളൊരു ഉത്തരവും അതേപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിൾ 5 മിനിറ്റും കൊണ്ട് അടിപൊളിയായിട്ട് ആരും കണ്ടാൽ നോക്കി നിൽക്കുന്ന ഇൻഡോർ പ്ലാന്റുകൾ മണി പ്ലാന്റ് ആയിട്ടും സ്പൈഡർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈസി മെത്തേഡ് എങ്ങനെയാണെന്ന് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിങ്ങനെ വളർത്തുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ബുഷും തിക്കുമായിട്ട് ഈ ഒരു പ്ലാന്റ് മണി പ്ലാന്റ് വളർന്നു വരാനുള്ള വളങ്ങൾ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത്, അവസാനം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് 4, 5, 10 ചിരട്ടകൾ എടുക്കുക കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് ഇതേപോലെ ഓട്ടമുള്ളത് ഉണ്ടാവും, ഒരു സ്ഥലം ഒരു ഭാഗം ഓട്ടമില്ലാത്തതായിരിക്കും ഉണ്ടാവുക. ഓട്ടമില്ലാത്തതിന് കത്തി വെച്ച് ആ മൂട് ഭാഗം ഒന്ന് വെട്ടിയിട്ട് ഒന്ന് കൊത്തി കൊടുക്കുക കേട്ടോ, കൂർപ്പുള്ള തുമ്പ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഓട്ട ചെറുത് മതി, അത് കിട്ടും. ഇവിടെ കണ്ടോ നല്ല ഫ്ലാറ്റായിട്ട് നല്ല മിനുസായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത് ചിരട്ട ഒരു 2-3 ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. അതിന് ശേഷം നന്നായിട്ട് കല്ലിലിട്ട് ഒന്ന് ഉരതി കൊടുക്കുക. ഇങ്ങനെ ഉരതി കൊടുത്ത സമയത്ത് പിന്നെ ഒന്നുകൂടി വെള്ളത്തിൽ മുക്കുക, പിന്നെ ഒന്നുകൂടി ഉരതി കൊടുക്കുക. ഇങ്ങനെ ഉരതി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല മിനുസമായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇതേപോലെ നന്നായിട്ട് കണ്ണാടി പോലെ നമുക്ക് തിളങ്ങാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ മേടിക്കുന്നു. അതിനുശേഷം 2-3 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നു. നന്നായിട്ട് പാത്രം കഴുകുന്ന ആ ഒരു സ്റ്റൈലിൽ നമുക്ക് അടിഭാഗവും മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഒരു ചകിരിച്ചോറൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് പോവുകയും ചെയ്യും. നല്ല കണ്ണാടി പോലെ ഈ ചിരട്ട വെട്ടിത്തിളങ്ങുകയും ചെയ്യും കേട്ടോ. ഇനി ഈ ചിരട്ടകളൊക്കെ നമുക്ക് ഹാങ്ങിങ് പോട്ടുകളാക്കി എടുക്കണം അല്ലേ. അപ്പോൾ എത്രത്തോളമാണോ ഹാങ്ങിങ് പോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത്രത്തോളം എടുക്കാം കേട്ടോ. ഞാൻ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, ഒന്ന് അപ്പുറത്തുണ്ട്. അത് നമ്മൾ കണ്ടോ അതേപോലെ ഹാങ്ങിങ് പോട്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 4 എണ്ണം കൂടി എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഹാങ്ങിങ് പോട്ടുകളാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതിൽ നട്ട് കൊടുക്കാനുള്ള മണി പ്ലാന്റ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഇതേപോലെ സ്റ്റൈലായിട്ടൊരു അടിപൊളി ചിരട്ട വെച്ചിട്ടൊരു ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് മണി പ്ലാന്റ് നമുക്ക് പുഷാക്കി വളർത്തണ്ടേ. അതിന് നമ്മൾ കണ്ടോ ഇതേപോലെ ഇത് പ്ലാസ്റ്റിക് അടിയിൽ വേസ്റ്റ് കൊണ്ടുവന്ന് ചുരുട്ടി കൂട്ടി ഇട്ട് വെച്ചതല്ല. ഇത് നമ്മൾ മണി പ്ലാന്റ് പെട്ടെന്ന് സോയിൽ ലെയറിങ്ങിലൂടെ നമുക്ക് നമുക്ക് ഇത് നല്ല ബൂസ്റ്റായിട്ട് ഒരുപാട് ബ്രാഞ്ച് ഉണ്ടാക്കാനുള്ള ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പോട്ടിൻ്റെ താഴത്തേക്ക് തൂങ്ങി വന്നിട്ടുള്ളതിൻ്റെ തുമ്പ് ഭാഗം നമ്മളൊരു 4 നോഡ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. വലിയ ഹാങ്ങിങ് പോട്ട് ഉണ്ടല്ലോ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 5-10 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. 4 നോഡുകൾ ഇലയുള്ള ഭാഗം കട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ചിരട്ടയിൽ വളർത്താനുള്ളതിൽ ഒരുപാട് ബ്രാഞ്ചുകൾ വരും, 2-3 ബ്രാഞ്ചുകൾ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു 4 നോഡ് അപ്പുറം വെച്ചിട്ട് 2 ഇലകൾ വരുന്ന ആ ഭാഗം ഇല കട്ട് ചെയ്തിട്ട് അവിടെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് കവറിലോ അല്ലെങ്കിൽ നെറ്റ് ടൈപ്സ് തുണിയിലോ ഒക്കെ നമുക്ക് കെട്ടിവെക്കാം. ഇതേപോലെ കെട്ടിവെച്ച് ഏകദേശം ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വേരും വരും, നന്നായിട്ട് ബ്രാഞ്ചും വരും. ഇത് നമുക്ക് എത്രത്തോളമാണോ പീസുകൾ ആവശ്യം അത്രത്തോളം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പോട്ടിൽ നമുക്ക് ചിരട്ടയുടെ പോട്ടിൽ 2 എണ്ണമാണ് കേട്ടോ അതേപോലത്തെ നമ്മൾ നട്ട് കൊടുക്കുന്നത്. എന്നാലാണ് നല്ല ബുഷും തിക്കുമായിട്ട് നമ്മൾ നട്ട് അന്ന് ദിവസം മുതൽ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു പോട്ടായിട്ട് തോന്നുള്ളൂ. അപ്പം ഇത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലതും നമുക്ക് എത്രത്തോളം പീസുകൾ വേണോ അത്രത്തോളം ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് 2-3 ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ ഇതേപോലെ ഈ ഒരു പോട്ടി മിക്സ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതേപോലത്തെ എല്ലാം നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് കണ്ടോ ഇതിന്ന് ഇനിയും ബ്രാഞ്ചുകൾ അടിപൊളിയായിട്ട് ബൂസ്റ്റ് വരും. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. 19 ഒക്കെ എങ്ങനെയാണ് പിന്നെ ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയും പിന്നെയും കട്ട് ചെയ്ത് അങ്ങ് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിരട്ട നമുക്ക് ഹാങ്ങിങ് പോട്ടുകളായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5-10 എത്രത്തോളം വേണോ നിങ്ങൾക്ക് 6 അടി ഹൈറ്റ് വരെ നമുക്ക് ഇങ്ങനെ താഴെ വരെ തൂക്കിയിടാം. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ 5 എണ്ണത്തിനാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് ഹോളില്ലാത്തതിന് ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഭാഗത്ത് കൂടെ നമ്മൾ എന്താ നൂലോ ചരടോ ചൂണ്ട നൂലോ നിങ്ങൾക്ക് കെട്ട് കമ്പി വളരെ വണ്ണം കുറഞ്ഞ നൂൽക്കമ്പി ഇത് കളറുള്ളതൊക്കെ കിട്ടുന്നുണ്ടല്ലേ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങളെ യുക്തിക്കനുസരിച്ചും കഴിവിനനുസരിച്ചൊക്കെ മേടിക്കുക. എന്നിട്ട് കണ്ടോ ഇതിൻ്റെ പുറം ഭാഗത്ത് കൂടി ഉള്ളുഭാഗത്ത് കൂടി ഇട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പിരിച്ച് വെക്കുക കമ്പി. അതിനുശേഷം നൂലാണെങ്കിൽ നിങ്ങൾ ഒരു കോൺക്രീറ്റ് ആണി മേടിക്കുക, ചെറുത് മേടിക്കാൻ കിട്ടും ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന്. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് നൂലിൻ്റെ തുമ്പിൽ കെട്ടി വെച്ചിട്ട് 3 നൂലും ഈ ഓട്ടയിൽ കൂടെ താഴേക്ക് ഇടുക. ഓക്കെ. അപ്പം അതിന് ശേഷം കണ്ടോ അത് ലോക്കായി നിൽക്കുന്നുണ്ട്. ഇനി ഇത് 3 ഒരേ ചിരട്ടയുടെ അനുപാതത്തിൽ വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടോ ഇതേപോലെ കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാത്തിലും ഇതേപോലെ ആക്കി എടുക്കുക. വളരെ സിമ്പിളാണ്. പറയുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ വളരെയധികം യൂസ്ഫുൾ ടിപ്സാണ്. ഇൻഡോർ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് മനോഹരമായ പോട്ടുകൾ 0 കോസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ.
അപ്പോൾ നൂല് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പല അളവിൽ വേണം, ഒന്ന് കുറച്ച് താഴെ തൊട്ട് ഒരു 2-3 ഇഞ്ച് മുകളിലേക്ക് അടുത്തത് 3 ഇഞ്ച് മുകളിലേക്ക് അങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഈ റോപ്പിൻ്റെ അല്ലെങ്കിൽ കെട്ടുകമ്പീൻ്റെയോ നൂലിൻ്റെയോ ഒക്കെ ഹൈറ്റ് വെക്കാൻ കേട്ടോ. എന്നാൽ ഒരേ ഇതിൽ കട്ട് ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് ശേഷം നമുക്ക് നോക്കുക, നമുക്ക് ഇതേപോലെ മുമ്പ് നമ്മൾ ഇതേപോലെ പീസുകൾ കട്ട് ചെയ്ത് കുത്തിയതാണ്. അത് നമ്മൾ പുറത്തേക്ക് ഇതേപോലെ കൂടുതലായിട്ട് ചാടി വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് മൾട്ടി ലെയറായിട്ട് ചെയ്ത് കൊടുക്കണം. മുകൾ ഭാഗം നല്ല ബുഷും തിക്കും ആയതിനു ശേഷം വേണം ബാലൻസ് ഉള്ളത് നമ്മൾ തൂക്കിയിട്ട് വളർത്താനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കമ്പ് എടുത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, അത് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബുഷായി കിട്ടും. ഇങ്ങനെ നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഓരോ നോഡിൽ നിന്നിട്ടും വേര് മണ്ണിലേക്ക് ഇറങ്ങിപ്പോട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു 4 ഇല വിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഭാഗങ്ങളൊക്കെ വേര് പിടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന തൊട്ടപ്പുറത്തുള്ള നോഡിൽ നിന്നൊക്കെ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നതുപോലെ തൂമ്പ് ഭാഗം കട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് 1-2 ബ്രാഞ്ചുകൾ വരും. പെട്ടെന്ന് ഈ ഒരു പോട്ട് ബുഷാക്കി കൂടി എടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് വേര് വന്നതിന് ശേഷം വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ നമ്മൾ ഇതേപോലെ 5 6 എത്രയാണോ നിങ്ങൾ ഹാങ്ങിങ് പോട്ട് ലേക്ക് തൂക്കിയിടുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് ഹോളുകൾ ഇട്ട് കൊടുക്കുക. കമ്പി എന്തെങ്കിലും ചൂടാക്കിയിട്ട് വേണം ഹോളുകൾ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കമ്പി ചൂടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. 5 എണ്ണം ഞാൻ പറഞ്ഞല്ലോ, 5 എണ്ണമാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഹോൾ വേണോ അത്രത്തോളം ഹോൾ ഒരേ അനുപാതത്തിൽ വേണം അറൗണ്ട് ഡയക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ അടിപൊളി ബുഷും തിക്കും ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് 100 ഗ്രാം, 1 കിലോ ചാണകം, പച്ചച്ചാണകം കേട്ടോ, 10 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒരു 20 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ബുഷും തിക്കുമായിട്ട് വരും. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പകുതി ചാണകപ്പൊടി, പകുതി ചകിരിച്ചോറ് കേട്ടോ. ഇത് 2 നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അടിഭാഗത്ത് കുറച്ച് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് നമ്മൾ ഈ ഒരു മണി പ്ലാന്റിൻ്റെ പീസ് ഇതിൽ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം മുകളിൽ പിന്നെയും പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നു. അത് അടിപൊളിയായി. അപ്പം ഈ ചിരട്ടയിൽ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലാന്റിന് ആവശ്യമായ വളങ്ങൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ വളം കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അടിപൊളി ബുഷും തിക്കുമായിട്ട് വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കണ്ടോ നിൽക്കുന്ന ഭാഗങ്ങൾ ഈ കമ്പിയുടെ ചുറ്റുഭാഗത്തുമായിട്ട് വളച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. പൊട്ടിപ്പോകുന്നില്ല, മെല്ലെ വളച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാതും ഇതേപോലെ വളച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇതിൽ വേണമെങ്കിൽ ഒന്നുകൂടി തിക്കായി വരണം ഇപ്പം തന്നെ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പീസുകൾ നമുക്ക് കട്ടിങ്സ് കുത്തി കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് 19 രാസവളം നിങ്ങൾക്ക് വളഷോപ്പിൽ നിന്ന് കിട്ടും. അവിടെ പോയിട്ട് 1 കിലോയ്ക്ക് 23 രൂപ 30 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അത് മേടിക്കാം, ഇല്ലേ ഓൺലൈനായിട്ട് മേടിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ രാസവളം ഇതിന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പോട്ടി മിക്സ് കുറവാണല്ലോ, അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ആവശ്യമായ വളം കിട്ടില്ല. ഇത് ഓരോ 10 ദിവസവും നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നന്നായിട്ട് ലയിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ചോട്ടിൽ. അപ്പോൾ ഒരു 10 ദിവസം, ബാക്കി എല്ലാ ദിവസവും 2 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് നനച്ച് കൂടി കൊടുക്കുക. അപ്പം ഈ ഒരു പ്ലാന്റ് അടിപൊളിയായിട്ട് വളർന്നു വരും. നമ്മളെല്ലാവരും സമയക്കുറവ് പരിഗണിച്ചുകൊണ്ട് തന്നെ വീഡിയോ വളരെ പെട്ടെന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ പെട്ടെന്ന് തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയാൻ വിട്ടുപോയ പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് എഴുതി ചോദിച്ചാൽ സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി കൂടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇൻഡോർ പ്ലാന്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ട് നോക്കുക കേട്ടോ. കാരണം മെഗാ കണ്ടൻറ്റുകളും ബമ്പർ കണ്ടൻറ്റുകളും വരാനിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കണിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് കാണുന്നവരെ തൽക്കാലം നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.